DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ 9,32,00,000 കർഷകരുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവായ 2,000 രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഒട്ടേറെ കർഷകരുടെ അക്കൗണ്ടിലേക്കും തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ആസാമിലെ ഗുവാഹട്ടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറിയത്. വൈകുന്നേരം മുതലാണ് മിക്കവരുടെയും അക്കൗണ്ടിലേക്ക് തുക എത്തി തുടങ്ങിയിട്ടുള്ളത്. ഒരു വർഷം 3 തവണകളായി ആകെ 6,000 രൂപയാണ് PM കിസാൻ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത്. ഓരോ 4 മാസം കൂടുമ്പോഴും 2,000 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. ഈ ഗഡു കൂടി ലഭിച്ചതോടെ പദ്ധതി തുടങ്ങിയത് മുതൽ ഇതുവരെ ഓരോ ഗുണഭോക്താവിനും ഏകദേശം 44,000 രൂപയോളം ആനുകൂല്യം ലഭിച്ചു കഴിഞ്ഞു. കർഷകരുടെ ദൈനംദിന കൃഷി ആവശ്യങ്ങൾക്കും മറ്റും വലിയ ആശ്വാസമാണ് ഈ തുക. അക്കൗണ്ടിൽ പണമെത്തിയോ എന്ന് പരിശോധിക്കാൻ PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ സാധിക്കും. വെബ്സൈറ്റിലെ ബെനഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ പോയി ആധാർ നമ്പറോ അക്കൗണ്ട് നമ്പറോ നൽകിയാൽ ഓരോ ഇൻസ്റ്റാൾമെന്റിന്റെയും നിലവിലെ അവസ്ഥ അറിയാൻ സാധിക്കുന്നതാണ്. ഇനിയും തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ട. വരും മണിക്കൂറുകളിൽ തന്നെ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. തുക വിതരണം അക്കൗണ്ട് നമ്പർ അധിഷ്ഠിതമല്ല, പകരം ആധാർ നമ്പർ അധിഷ്ഠിതമായതിനാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് നിങ്ങളുടെ ഏത് അക്കൗണ്ടാണോ DBT എനേബിൾ ആയിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുവാൻ സാധ്യതയുള്ളത്. അതിനാൽ കഴിഞ്ഞ തവണ വന്ന അക്കൗണ്ടിൽ ഇന്നും നാളെയുമൊക്കെ തുക എത്താത്തവർ നിങ്ങളുടെ തന്നെ മറ്റ് സേവിങ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാൽ 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തുക ലഭിക്കാത്തവർ ആദ്യം ചെയ്യേണ്ടത് PM കിസാൻ പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ pmkisan.gov.in പോയി ബെനഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ അവസ്ഥയും പണം വരാത്തതിൻ്റെ കാരണവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ ഉപയോഗിച്ച് ഈ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. തുക മുടങ്ങുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ചില ഗുണഭോക്താക്കളോട് KYC ചെയ്യുവാൻ ആവശ്യപ്പെട്ടത് പൂർത്തിയാക്കാത്തതാണ്. കേന്ദ്ര സർക്കാർ PM കിസാൻ ഗുണഭോക്താക്കൾക്ക് KYC നിർബന്ധമാക്കിയിട്ടുണ്ട്. വെബ്സൈറ്റ് വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വീണ്ടും KYC ചെയ്യുവാൻ നിർദ്ദേശം വന്നവർ അത് ചെയ്തിട്ടില്ലെങ്കിൽ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും പണം അക്കൗണ്ടിലേക്ക് എത്തില്ല. മുൻപ് പണം ലഭിച്ചിരുന്നവർക്കും വീണ്ടും KYC ചെയ്യാൻ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ഇത്തവണ തുക മുടങ്ങാൻ സാധ്യതയുണ്ട്. KYC ചെയ്യുവാൻ പ്രത്യേകം നിർദ്ദേശമൊന്നും വരാത്തവർ വീണ്ടും KYC ചെയ്യേണ്ടതില്ല. ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാത്തതാണ് മറ്റൊരു തടസ്സം. PM കിസാൻ തുക DBT അതായത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് കൈമാറുന്നത്. നിങ്ങളുടെ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ സാങ്കേതികമായി തുക ക്രെഡിറ്റ് ആകില്ല. KYCയും ലാൻഡ് സീഡിങ്ങും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ബാങ്കിൽ നേരിട്ടെത്തി നിങ്ങളുടെ അക്കൗണ്ട് DBT സ്വീകരിക്കുന്നതിന് സജ്ജമാണോ എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഭൂമി സംബന്ധമായ വിവരങ്ങളുടെ പരിശോധന അഥവാ ലാൻഡ് സീഡിംഗ് പൂർത്തിയാകാത്തതും തുക മുടങ്ങാൻ കാരണമാകാറുണ്ട്. ഗുണഭോക്താവിൻ്റെ പേരിലുള്ള ഭൂമി രേഖകൾ കൃത്യമായി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ബെനഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ലാൻഡ് സീഡിംഗ് എന്നതിന് നേരെ നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഭൂമി രേഖകൾ ഹാജരാക്കിയത് തിരുത്തേണ്ടതാണ്. അപേക്ഷയിലെ പേരും ആധാറിലെ പേരും തമ്മിലുള്ള അക്ഷരത്തെറ്റുകൾ പലപ്പോഴും പണം മുടങ്ങാൻ കാരണമാകുന്നുണ്ട്. ആധാറിലുള്ള അതേ രീതിയിൽ തന്നെയായിരിക്കണം PM കിസാൻ പോർട്ടലിലെ പേരും. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ വെബ്സൈറ്റിലെ എഡിറ്റ് ആധാർ ഫെയിലിയർ റെക്കോർഡ്സ് എന്ന ഓപ്ഷൻ വഴി ഇത് തിരുത്താൻ സാധിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണെങ്കിലും തുക ലഭിക്കുന്നില്ലെങ്കിൽ പണം പ്രോസസ് ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും. ഇങ്ങനെയുള്ളവർ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്നാൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പിശകുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രമായോ കൃഷി ഓഫീസുമായോ ബന്ധപ്പെടണം. പുതുതായി അപേക്ഷിച്ചവർക്ക് അപ്രൂവൽ ലഭിക്കാൻ വൈകുന്നതും തുക മുടങ്ങാൻ കാരണമാകാറുണ്ട്. നിങ്ങളുടെ അപേക്ഷ സ്റ്റേറ്റ് ലെവലിലോ ഡിസ്ട്രിക്ട് ലെവലിലോ തടഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിച്ചിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർക്ക് PM കിസാൻ ഹെൽപ്പ് ലൈൻ നമ്പറായ 155261 എന്ന നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇന്ന് അക്കൗണ്ടിൽ തുക ലഭിച്ചവർ അക്കാര്യമൊന്ന് കമൻറ്റ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.